ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ മഴതോരും മുമ്പേയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അത് ഗംഭീര എപ്പിസോഡ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ നാളത്തെ എപ്പിസോഡും അതിഗംഭീര എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടന്നാലോ അല്ലേ. അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇവരുടെ ക്രൂരതയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവിന് ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ. പക്ഷെ മുത്തശ്ശിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയോടും കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിങ്ങളൊക്കെ മനസാക്ഷിയുള്ളവരാണോ? അലീന പോയപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫോൺ കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മോനെ അത് പിന്നെ ഞാനതൊന്നും ആലോചിച്ചില്ല. അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു വീട്ടുവേലക്കാരിയാണല്ലോ അവിടെ വന്നത്, അവരാണല്ലോ ഇറങ്ങിപ്പോയത്, അപ്പം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് പറയേണ്ട രീതികളെല്ലാം നമ്മുടെ മനു പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മനുവിന് അലീനയെക്കുറിച്ചാണ് ചിന്ത മുഴുവനും. ദൈവമേ, അവരെവിടെ പോയിട്ടുണ്ടാവും, ഇനി ബാലേന്ദ്രൻ അങ്കിളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നമ്മുടെ മനു ഒരു കോള് വിളിക്കുകയാണ്. ആ കോള് വിളിച്ച് ചോദിക്കുകയാണ്, ഇന്ന ആളെ കണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ ചോദിക്കണം. പക്ഷേ അതിനുള്ള ശരിക്കുള്ള മറുപടിയൊന്നും നമ്മുടെ മനുവിന് കിട്ടിയതുമില്ല. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ല. അങ്ങനെ മനുവിന് ആകെ ടെൻഷൻ തോന്നിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. കാരണം അലീനയെ മകളായിട്ട് ദത്തെടുത്തിരിക്കുകയാണല്ലോ അച്ഛൻ. അപ്പോൾ അലീനയ്ക്ക് ഈ കൃഷ്ണയ്ക്ക് ആകെ ഒരു സംശയം, ഇനി അച്ഛൻ്റെ സ്വന്തം മോള് തന്നെയാണോ എന്ന്. അപ്പോൾ നമ്മുടെ അലീനയെയും അതേപോലെ തന്നെ ഇവരെ മൂന്നുപേരും കൂടി നടക്കുകയാണ്. ആ സമയത്തും ഈ കൃഷ്ണ അലീനയോട് വലിയ സംസാരമൊന്നുമില്ല, ഒരു മൂഡ് ഓഫ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കൃഷ്ണയുടെ ആ ഒരു അവഗണന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് സഹിക്കാനും പറ്റിയില്ല. തന്നെ എത്രമാത്രം സ്നേഹിച്ച കുട്ടിയാണ് കൃഷ്ണ. ആ കൃഷ്ണ ഇങ്ങനെ അവഗണിച്ച് നിർത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ അലീന അവിടുന്ന് പോവുകയാണ്. ഞാൻ റൂമിൽ പോയി ഇരുന്നോളാം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന പോവുകയാണ്. അന്ന് ആ രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണയും അതേപോലെ തന്നെ ഈ ബാലകൃഷ്ണൻ കൂടെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ചോദിക്കുകയാണ്, അച്ഛാ എന്തിനാ അച്ഛാ അലീന ചേച്ചിയെ ഒരു മകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്? അല്ല, ആ ഫോമിൽ അങ്ങനെയാണല്ലോ അച്ഛൻ എഴുതി കൊടുത്ത് വെച്ചിരിക്കുന്നത്, എൻ്റെ മോളാണെന്നും പറഞ്ഞുകൊണ്ട്. അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവളെൻ്റെ മോളായതുകൊണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ, ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ടെൻഷനായിട്ട് കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, മോളെ അച്ഛൻ ചില കഥകളൊക്കെ പറയാം, ഒരു കഥ, ആ കഥ കേട്ടിട്ട് മോള് പറ അച്ഛൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് മോള് പറയണം എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ അച്ഛാ ആ കഥ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഈ നമ്മുടെ വൈജയെക്കുറിച്ചുള്ള ആ ഒരു വലിയ കഥ പറയുകയാണ്. അതായത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ ആഗ്രയിൽ ജോലിക്ക് പോയി. അവിടെ വെച്ച് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു. ഒരു മിലിറ്ററിക്കാരനായിരുന്നു. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ അങ്ങനെ ആ സ്ത്രീ ഗർഭിണിയാകാനിടയായി. പക്ഷേ ആ സമയത്ത് ഈ സ്ത്രീയെ പറ്റിച്ച് ഈ പുരുഷൻ പോയി കളഞ്ഞു. അങ്ങനെ അവരുടെ മകള് ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരെ അറിയുക. ആ സമയത്ത് എന്ത് ചെയ്യാൻ? അപ്പോഴാണ് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരാള് കല്യാണം ആലോചിച്ച് ഈ സ്ത്രീയെ ആലോചിച്ച് വരുന്നത്. ബാലേന്ദ്രന് ആ സ്ത്രീയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ആളോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചു അങ്ങനെ മറച്ചു വെച്ച് 10-24 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സത്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത്. ഈ ബാലചന്ദ്രൻ്റെ ഭാര്യയില്ലേ, നേരത്തെ പ്രസവിച്ചിട്ടുണ്ടത്രേ. പക്ഷേ ബാലചന്ദ്രൻ തിരക്കിപ്പോയി, ഇതിനുള്ള സത്യങ്ങൾ അറിയാൻ വേണ്ടി പോയി. അങ്ങനെ ഈ സ്ത്രീ പ്രസവിച്ച ആ കുഞ്ഞ് അവരുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് വന്നു. അങ്ങനെ ജോലിക്കാരിയായി വന്ന് അവൾ കുറേ അനുഭവിക്കേണ്ടി വന്നു. അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയാ അവൾ ആ വീട്ടിൽ ജോലിക്കാരിയായിട്ട് വന്നത്. പക്ഷേ അമ്മക്കറിയില്ല അത് മകളാണെന്ന സത്യം. അങ്ങനെ ആ ബാലചന്ദ്രൻ ആഗ്രഹിച്ചു ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന്. അങ്ങനെ അവിടെ ജോലിക്ക് വന്ന അവളിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയാനായിട്ട് ഇടയിൽ വന്നു ഈ ബാലചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥകളെല്ലാം ആവർത്തിച്ചിങ്ങനെ പറയുകയാണ്. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ എന്താ ഈ പറയുന്നത് അച്ഛൻ എന്നൊക്കെ ചിന്തിച്ച്, അച്ഛനല്ലേ ബാലചന്ദ്രൻ, അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലാണ് ഈ കഥകളെല്ലാം നടന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ കഥ തുടരുകയാണ്. അങ്ങനെ അറിഞ്ഞു അവൾ അന്വേഷിച്ച് വന്ന ആ അമ്മ ഇവിടെ തന്നെയാണെന്നുള്ള സത്യം ബാലചന്ദ്രനും അറിയുകയാണ്. അപ്പോൾ ഒരുപാട് തകർന്നു പോയ ആ മനുഷ്യൻ
സ്വന്തം ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവളിൽ നിന്നും ഒരു വഞ്ചകനായി താനൊരു ചീറ്റ് ചെയ്ത ഒരാളായിപ്പോയി എന്നൊക്കെ ആ മനുഷ്യൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും തകർന്നു പോയി. മോളെ, അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ്റെ കഥയാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കണം. അതേ മോളെ, 24 വർഷം മുമ്പ് നിന്റെ അമ്മ പ്രസവിച്ച മകളാണ് അലീന. അവള് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വന്നത് അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയാണ്. അല്ലാതെ അലീന എൻ്റെ മകളല്ല, നിന്റെ അമ്മ പ്രസവിച്ച മകളാണ് അലീന എന്നുള്ള സത്യം തുറന്നു പറയാണ് ഈ കൃഷ്ണയോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ ആണെങ്കിൽ ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ അവിടെ നിന്ന് ചാടി എണിക്കുകയാണ്. എന്താ കേൾക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ മോളെ, അച്ഛൻ കുടിച്ച് അച്ഛന് അറ്റാക്ക് ഉണ്ടായതല്ല. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചങ്ക് തകർന്നു പോയൊരവസ്ഥയായിരുന്നു മോളെ. പിന്നെ അച്ഛന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് അച്ഛന് അറ്റാക്ക് ഉണ്ടായത് മോളെ എന്ന് പറയുകയാണ്. അച്ഛാ എന്നിങ്ങനെ ചോദിക്കുക. അമ്മ ഇങ്ങനൊരു തെറ്റ് ചെയ്യൂ അച്ഛാ? അതേ മോളെ, എല്ലാത്തിൽ നിന്നും സത്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്നത്. മോളുടെ വലിയച്ഛനില്ലേ, അതായത് മോളുടെ അമ്മയുടെ ആങ്ങള, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഈ സത്യങ്ങൾ മുഴുവനും. പക്ഷേ എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛനെ ചതിക്കുകയായിരുന്നു. നിന്റെ അമ്മയും അച്ഛനെ ചതിച്ചില്ലേ മോളെ? അച്ഛനോട് ഒരിക്കൽ പോലും സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മുത്തശ്ശിയും അച്ഛനെ ചതച്ചില്ലേ? എല്ലാവരും അച്ഛനെ ചതിച്ചില്ലേ? എല്ലാവരും അച്ഛനെ ഒറ്റപ്പെടുത്തിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എങ്ങനെയാ മോളെ ഞാൻ സഹിക്കുന്നത്? ആ മോളാണ് ഈ പറയുന്ന അലീനയെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് എനിക്ക് അടിച്ചിറക്കാനായിട്ട് പറ്റുമോ? അതിന് മനസാക്ഷിയില്ലാത്ത ഒരാളാണോ മോളെ ഞാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെ സഹിക്കും മോളെ ഇതെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കരയില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇരുന്ന് ഇങ്ങനെ കരയാണ്. മോളെ, അപ്പോൾ അലീന നിന്റെ ആരാണ്? ചേച്ചിയല്ലേ? നിന്റെ അമ്മ പ്രസവിച്ച മകള് അലീനയെ ഞാനും എൻ്റെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ മൂത്ത മകളായിട്ട്. അങ്ങനെയല്ലേ മോളെ വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ തൻ്റെ മൂത്ത ചേച്ചി അലീനയാണെന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ കൃഷ്ണമോള്. അങ്ങനെ കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടി നേരെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ ബാലേന്ദ്രൻ വേറെ റൂമിൽ കിടക്കുകയാണ്. നമ്മുടെ കൃഷ്ണയോട് പറയുകയാണ്, നീ അലീന അടുത്ത് പോയി കിടന്നോളാൻ. അലീന ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. കൃഷ്ണമോൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അലീനയുടെ ആ ഒരു കിടപ്പും രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ചേച്ചിയാണല്ലോ ഇത്, എൻ്റെ ചേച്ചിയാണല്ലോ ഇന്ന് രാവിലെ ഞാൻ എല്ലാവരുടെ മുന്നിൽ കൂട്ടുനിന്ന് എൻ്റെ ചേച്ചിയാണല്ലോ റോഡിലേക്ക് തള്ളി വിട്ടത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ നേരെ ആ ബെഡിൽ കയറി കിടന്ന് അലീനയെ പിടിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. ഭയങ്കര സങ്കടമുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അലീന നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോള് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതാണ് അലീന കാണുന്നത്. വളരെയേറെ സന്തോഷം തോന്നി അലീനയ്ക്ക്. കാരണം അത്രയും നേരം കൃഷ്ണമോള് അകന്നകന്നാണല്ലോ നിന്നിരുന്നേച്ചത്. താനാണ് കുറ്റക്കാരി എന്നും പറഞ്ഞുകൊണ്ട് അകന്നാന്ന് വെച്ചത്. പക്ഷെ അങ്ങനെ ഒരു കിടത്തമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അലീന കൃഷ്ണമോളെ ഒന്ന് തലോടൊക്കെ ചെയ്യുകയാണ്. തൻ്റെ സ്വന്തം അനിയത്തിയാണല്ലോ, സ്വന്തം കൂടപ്പിറപ്പാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ അലീന അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യാണ്. പിന്നീട് നമ്മുടെ മനുവിനാണെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ മനു നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഫോണൊക്കെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും മനുവിൻ്റെ കോൾ എടുക്കുക. അങ്കിളിത് എവിടെയാണ് അങ്കിളെ? ഞങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ? അങ്കിളിത് എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നീ അറിഞ്ഞോ മനു എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അറിഞ്ഞു അങ്കിളെ. അലീനയെ റോഡിലേക്ക് പറഞ്ഞു വിട്ടതും അങ്ങനതായ കാര്യങ്ങളൊക്കെ രാജീവൻ കൊച്ചച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഓ, പറഞ്ഞായിരുന്നല്ലേ? അതിന് പിന്നാലെ അങ്കിള് പോയെന്നും അങ്കിളുടെ കൂടെ കൃഷ്ണമോള് വന്നെന്നും ഒക്കെ പറഞ്ഞു. എവിടെയാണെന്ന് പറ അങ്കിളെ, ഒരു മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ടാ. ഇത് കേട്ട് ബാലേന്ദ്രനാണെങ്കിൽ ശരി, ഞാൻ നിന്നോട് പറയാം ഞാൻ എവിടെയാണെന്ന്. പക്ഷേ ഞാൻ എവിടെയാണെന്ന് നീ വേറെ ആരോടും പറയാൻ നിൽക്കരുത്. അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇല്ല അങ്കിളെ, ഞാൻ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്കിൾ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും അങ്കിളെ തിരക്കി അവിടെ വരും. പിന്നെ അങ്കിൾ അവിടെ നിന്നും എസ്കേപ്പ് ആവുമെന്ന് എനിക്കറിയാം അങ്കിളെ. അതുകൊണ്ട് നിങ്ങളെ കണ്ടാൽ മാത്രം മതി. അങ്കിളെ, അലീന കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ, അവളെ ഇല്ലാതെ ഞാനിവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ?
അവളെ ആ നിമിഷം തന്നെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു മനുവേ. അതുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ റിസോർട്ടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ് മനുവിനോട്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി ഏതായാലും കൃഷ്ണ വിട്ടുകൊടുക്കുന്ന മട്ടില്ല. അമ്മയ്ക്കിട്ട് നല്ല പണി തന്നെ കൃഷ്ണമോളും കൊടുത്തിരിക്കും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.